മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സിന്ധു. മാഡം പരിചയപ്പെടുത്തി. ഞാൻ തലശ്ശേരി സ്വദേശിയാണ്. ഞാനിപ്പോൾ കോഴിക്കോട് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഉള്ളത്. എനിക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന അമിത മാഡം, അജിത മാഡം ആണ്. അവരാരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ആവശ്യം തോന്നി. അമിത മാഡത്തിന്റെ കാലിന് വ്യത്യാസം കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അവരെനിക്ക് പ്രൊമോട്ട് ചെയ്തത് എന്താന്ന് വെച്ചാല് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ കടയിലുള്ളപ്പോ തന്നെ വൊമിറ്റ് ചെയ്യുന്നവർക്ക് അവര് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് വേണ്ടിയല്ല, ഞാൻ അമ്മക്ക് വേണ്ടി വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ കയ്യില് പൈസ ഇല്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള വള പണയം വെച്ച് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു 2 പ്രോഡക്റ്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കുറയും പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ഒന്നിച്ചെടുത്തു. അപ്പൊ ഒന്ന് ഞാൻ അമ്മക്ക് കൊടുത്തു, ഒന്ന് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ അമ്മക്ക് എനിക്കൊക്കെ പെട്ടെന്നാണ് റിസൾട്ട് വന്നത്. അമ്മക്ക് മൂത്രത്ത് കല്ലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, തുടക്കമായിരുന്നു. അത് ഒരാഴ്ച കൊണ്ട് തന്നെ ബ്ലഡോടെ പുറത്തേക്ക് പോയി. അപ്പൊ അമ്മ അത് കണ്ട് പേടിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, അത് പോയതായിരിക്കും, കല്ല് പോയതായിരിക്കും. അമ്മ പറഞ്ഞു ഈ ബ്ലഡില് എന്തോ ഒരു കട്ട പോലത്തെ ഒരു സാധനം പോയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അത് പോയതാണ്. അതിന് ശേഷം അതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എന്താ റിസൾട്ട് എന്ന് വെച്ചാല്, എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഗർഭപാത്രത്തിന്റെ ഉള്ളില്. അതിന് ശേഷം എനിക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, കുനിഞ്ഞിട്ട് കുറെ നേരം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റം വന്നു. 3 ദിവസം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, മേലിലൊക്കെ വേദനയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞില്ല, പറഞ്ഞാൽ എനിക്ക് ചീത്ത വെക്കും, വാങ്ങിയിട്ടില്ലേ പറയില്ലേ. അപ്പൊ ഒന്നും പറഞ്ഞില്ല. പിന്നെ 4-ാമത്തെ ദിവസം ഞാൻ നല്ല 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 ഉന്മേഷത്തോടെ എണീച്ച്. എനിക്ക് അന്ന് മുതൽ എനിക്ക് വേദനയോ കാര്യമോ ഒന്നും ഉണ്ടായില്ല. അന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത് 3 ദിവസത്തിന് ഭയങ്കര വേദനയായിരുന്നു, പിന്നെ എനിക്കിപ്പം ഒക്കെ റെഡിയായി പറഞ്ഞ്. ഇന്ന് വരെ എനിക്ക് നടുവേദനയോ ഒന്നും ഇല്ല, അടിച്ചു വരാനോ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. കുറെ നേരം കുനിഞ്ഞ് എന്ത് പണിയെടുക്കാനും പറ്റും, വെയിറ്റ് എടുക്കാനും പറ്റും. പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയിഡ് ഈ ഓപ്പറേഷന്റെ സമയത്താണ് തൈറോയിഡ് ഉള്ളത് അറിഞ്ഞത്. അതിനിപ്പോ 8-9 വർഷമായിരുന്നു ഗുളിക കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആ ഗുളിക ഞാൻ തന്നെ ഒന്നിക്കൊന്നരാടനാക്കി അങ്ങനെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് നോർമൽ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഗുളിക കഴിക്കാറില്ല. പിന്നെ മൈഗ്രെയിന് ഞാൻ 3 ദിവസം എല്ലാ മാസം 3 ദിവസം മൈഗ്രെയിൻ വന്ന് ഒന്നിക്ക വൊമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിടന്നുറങ്ങണം, ഒറ്റൊരു ഉറക്കമുറങ്ങണം, എന്നാൽ മാത്രമേ എനിക്ക് മാറുള്ളൂ. അപ്പോ ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് ഈ ബാൻഡ് തലക്ക് ചുറ്റിക്കെട്ടി. ഫസ്റ്റത്തെ ദിവസം അങ്ങനെ കുറച്ച് കുറഞ്ഞു, 2-ാമത്തെ ദിവസം പിന്നെ അങ്ങനെ ഇല്ല, 3-ാമത്തെ ദിവസം തീരെ ഇല്ല. പിന്നെ അടുത്ത മാസം തൊട്ടിട്ട് എനിക്ക് ആ വേദനയോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ എനിക്ക് ആ മൈഗ്രെയിൻ്റെ ഒരു മറന്നുപോയി, എങ്ങനെയും മൈഗ്രെയിൻ തന്നെ മറന്നുപോയി, അതന്നെ ഇല്ല. പിന്നെ രക്തവാതം ഉണ്ടായിരുന്നു, കാലൊക്കെ നല്ല കറുപ്പ് കളറായി, നല്ല നീര് വെക്കായിരുന്നു. രാവിലെയൊക്കെ നീരൊന്നും ഉണ്ടാവില്ല, രാവിലെ എണീക്കുമ്പോൾ നീരൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല നീര് വന്ന് കറുത്ത ഷൂട്ട പോലെ ഉണ്ടാവും, എന്റെ കാല് കറുപ്പ് കളറായി പോയി. അപ്പൊ ഞാൻ ഈ വെള്ളത്തോണ്ട് എന്നും കഴുകുകയും ചെയ്യും, വെള്ളം നല്ലോണം കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോ ആ രക്തവാതത്തിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കാണിക്കുകയൊക്കെ ചെയ്താണ്, ഹോമിയൊക്കെ മരുന്ന് കുടിക്കുമ്പോൾ മാറും, പിന്നെ പിറ്റത്തെ കൊല്ലം അതേ മാസം അതേപോലെ തന്നെ വരും. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് രക്തവാതത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ എനിക്ക് കുറെ റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ കയ്യിലെത്തിച്ച അമിത മാഡത്തിനോടും അജിത മാഡത്തിനോടും, പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായി എനിക്ക് അറിവ് നൽകി തന്ന ശിവ മാഡത്തിനോടും ഷാൻ സാറിനോടും, പിന്നെ സൂമിലൂടെയും അല്ലാതെയും കുറെ അറിവുകൾ നൽകുന്ന എല്ലാ ലീഡേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങളെ ടീമിൽ നിന്ന് കുറെ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചിന്. അങ്ങനെ ഒരു ശൈലജ എന്ന് പറഞ്ഞ ഒരു മാഡത്തിന് കൊടുത്തു. ആ മാഡത്തിന് മുട്ടുവേദനയായിരുന്നു, 20 വർഷമായിട്ട് മുട്ടുവേദന മാറാത്ത ഒരു ഇതായിരുന്നു. അപ്പോ ഈ വാട്ടർ എനർജി പാഡ് കെട്ടി
ഈ ആ മാഡത്തിന് മുട്ടുവേദന ഇപ്പൊ ഇല്ല, 2 ഗുളിക വേദനന്റെ കഴിക്കുന്നതാണ്, അതിപ്പോ 1 കഴിക്കുന്നുള്ളൂ എന്നാണ് മാഡം പറഞ്ഞത്. പിന്നെ ആ മാഡത്തിന്റെ മോന് അതേപോലെ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇതുപോലെ തന്നെ വാട്ടർ എനർജി പാഡ് കെട്ടി ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളെ ഷോപ്പിൽ വരുന്ന ഒരു മാഡം ഉണ്ട്, ഹെഡ് മിസ്ട്രസ് ആണ് ലോ കോളേജിലെ. പിന്നെ ആ മാഡത്തിന് ഇതേപോലെ തന്നെ പല അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ആ മാഡത്തിന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു, മൂത്രക്കടച്ചില്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ആശ്വാസം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ആ മാഡത്തിന് എന്തോ കാരണത്താൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. അതിനുശേഷം മാഡത്തിന് എപ്പോഴും വിയർപ്പ് കൂടുതലാണ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ അതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാ പറഞ്ഞ. പിന്നെ മാഡം ഇങ്ങനെ കുറെ നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, കുനിഞ്ഞ് കൂടുതൽ പണിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഊരവേദന ആയിരിക്കും എന്ന് പറഞ്ഞ് അതൊക്കെ മാറി ഇപ്പൊ നല്ല കൂളായിട്ട് ഞാൻ നടക്കുന്നുണ്ട്. എത്ര നേരം വേണമെങ്കിലും ബസ്സിലോ എവിടെ വേണമെങ്കിലും എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഞങ്ങളെ ഒരു കസ്റ്റമർ, വേറെ ഒരു കസ്റ്റമർ ടീച്ചർ തന്നെയാണ്, ദീപ്തി ടീച്ചർ. ആ മാഡത്തിന് തൈറോയിഡ് ഉണ്ട്, പിന്നെ പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മാഡം മെലിഞ്ഞ് എന്തോ പോലെയായി, ഈ വേദന സഹിച്ചിട്ട്. തൈറോയിഡിന്റെ ഒക്കെ കാരണങ്ങൾ. പിന്നെ ഞങ്ങൾ ഈ കൈക്ക് കെട്ടിയൊക്കെ കണ്ട് ഞങ്ങളുടെ ഷോപ്പിലുള്ള എല്ലാവരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് കെട്ടി കണ്ട് ചോദിച്ച് അവർ പറഞ്ഞു കൊടുത്ത് മാഡം വാങ്ങിച്ചു. അങ്ങനെ മാഡത്തിന് അതേ പറഞ്ഞ പോലെ ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോ ഈ പ്രോഡക്റ്റ് അത്രയും നല്ല ഒരു സാധനമാണ്. അപ്പൊ എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് വാങ്ങുക, ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മ പകല് ഈ ബെഡിൽ കിടക്കും. അമ്മായിയമ്മക്ക് തൈറോയിഡും പിന്നെ പ്രഷറുണ്ട്. അപ്പൊ എല്ലാ മാസവും പോയി ഡോക്ടറെ കാണിക്കുന്നതാണ്. പക്ഷെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അമ്മായിയമ്മ ഡോക്ടറെ അടുത്ത് പോയില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും ബെഡ് മാത്രമാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ബെഡ് മാത്രം ഉപയോഗിക്കുക. അവർക്ക് പച്ചവെള്ളം കുടിക്കാൻ പേടിയായിട്ട് പച്ചവെള്ളം കുടിക്കലില്ല, എപ്പെങ്കിലൊക്കെ കുടിക്കും. മൂപ്പർക്ക് പൈൽസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം പൈൽസിന്റെ ഒരു പ്രശ്നമില്ല, എരിവൊന്നും കൂട്ടാൻ പറ്റില്ല, അപ്പോഴത്തേക്കും ബ്ലഡ് പോവായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നമില്ല. അപ്പോ ഞാൻ ഈ ബെഡ് മാത്രം ഉപയോഗിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആരും ബെഡ് മാത്രം ഉപയോഗിക്കരുത്. പകല് ഈ സാധനം കൈക്ക് കെട്ടണം, വെള്ളം മസ്റ്റായിട്ടും കുടിക്കണം. പിന്നെ ഒരാളെ ശരീരപ്രകൃതം പോലെ ആയിരിക്കും ഒരാൾക്ക് റിസൾട്ട് കിട്ടുക, ഉപയോഗിക്കുന്നതിനനുസരിച്ചുമായിരിക്കും റിസൾട്ട് കിട്ടുക. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ.